ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. ഏലക്കാടിൻ സുഗന്ധം തേയില തളിർക്കും വസന്തം അരുവികൾ പാടുന്നു ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നതെങ്ങനെ? സാഹിത്യവേള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും സാഹിത്യവേളയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സാഹിത്യവേളയിൽ ശ്രീ ജോർജ് അരീപ്ലാക്കൽ എഴുതി അവതരിപ്പിക്കുന്ന ഒരു കഥയാണ്. ജോർജ് അരീപ്ലാക്കൽ 1963 ജനിച്ചു. ചെറുപ്പം മുതലേ എഴുത്തിൽ സജീവമാണ്. ആനുകാലികങ്ങളിലും ആകാശവാണിയിലും രചനകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ KSEBയിൽ ജോലി ചെയ്തു വരുന്നു. ശ്രീ ജോർജ് അരീപ്ലാക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കുറവുകൾ. കാലങ്ങളായുള്ള മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് അമ്മ എനിക്കെൻ്റെ ബേബിച്ചനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്തെ നിശ്ചയദാർഢ്യവും പേശികളുടെ വലിഞ്ഞുമുറുക്കവും എൽദോസിനെ കുറച്ചൊന്നുമല്ല ഭയചകിതനാക്കിയത്. വർഷങ്ങളായ തളർന്നു കിടപ്പ്, മകന് അമ്മയോട് പറയാൻ പാടില്ലാത്ത വിധമുള്ള കുത്തുവാക്കുകൾ വീണതു മുതൽ അമ്മ കേൾക്കുന്നതാണ്. എന്നിട്ടും ഇതുവരെയായും ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. എൽദോസിൻ്റെ ഉള്ളിൽ ഓർമ്മകൾ തികട്ടി വന്നു. അതോടൊപ്പം ഹൃദയത്തിൻ്റെ മുറിവിൽ നിന്നുള്ള ചെറുവേദന വലുതാകുന്നതായി അവൻ അനുഭവപ്പെട്ടു. അമ്മ കിടക്കുന്ന മുറിയിലൂടെ എൽദോസ് നടന്നുകൊണ്ടിരുന്നു. ഞങ്ങളെ വളർത്തുന്നതിനു വേണ്ടിയാണ് മലിനമായ ജീവിതം നയിച്ചതെന്ന് അമ്മ പറയുന്നു. അമ്മയുണ്ടാക്കിയ ചീത്തപ്പേര് എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെ ഓർമ്മയിൽ ഒരു പുതപ്പ് പോലെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഈ പ്രായത്തിനിടയ്ക്ക് എന്തെല്ലാമാണ് ബോധപൂർവം ചെയ്തിട്ടുള്ളത്. എനിക്ക് അറിവ് വെച്ച കാലം മുതൽ അപ്പൻ്റെ പ്രായമുള്ളവരും അതിനോട് ചേർന്ന് വരുന്നവരും തന്നെയും തൻ്റെ സഹോദരങ്ങളെയും കാണുമ്പോൾ അർത്ഥം വെച്ച് നോക്കുന്നത് എൽദോസിൽ അരക്ഷിത ബോധം ഉണ്ടാക്കിയിരുന്നു. ഹോം നേഴ്സ് അമ്മയുടെ സംസാരം കേട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവൾ അമ്മയുടെ മുറി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. അമ്മയെ കാണാൻ ആളുകൾ വരുമ്പോൾ മുറി വൃത്തിയായിരിക്കണമെന്നും അമ്മയുടെ ഡ്രസ്സുകൾ എല്ലാ ദിവസവും മാറ്റണമെന്നും ചൂടുവെള്ളത്തിൽ അമ്മയുടെ ശരീരം നന്നായി തുടയ്ക്കണമെന്നും നിർദ്ദേശം കൊടുത്തിരുന്നു. അകം വേവുന്നത് പുറമറിയരുതല്ലോ. കുടുംബത്തിന് യാതൊരു ഗുണവുമില്ലാത്ത അപ്പൻ ആയുസ്സെത്താതെ മരിച്ചപ്പോൾ എന്നിൽ നിർവികാരതയായിരുന്നു. ഉൾപ്പോരുകൾക്ക് ഭാരം കൂടുമല്ലോ. അമ്മ എന്തിനാണ് വാവിട്ട് നിലവിളിച്ചതെന്ന് എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളെക്കുറിച്ച് സമൂഹത്തിൻ്റെ ശരികളും കാഴ്ചപ്പാടുകളുമായിരുന്നില്ല എൻ്റേത്. സൂര്യൻ ഉദിക്കുന്നത് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകാനാണ്. ടോർച്ച് നമുക്കിഷ്ടമുള്ളിടത്തേക്ക് അടിക്കാം. ഇഷ്ടമുള്ളത് മാത്രം കണ്ടാൽ മതി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണാൻ ശ്രമിച്ചു. 10ാം ക്ലാസ് വരെ പഠിക്കാനേ കഴിഞ്ഞുള്ളൂ. തെരുവ് എന്നെ സ്വീകരിക്കാനുണ്ടായിരുന്നു. വാഹന ഉടമകളുടെ വാഹനം കഴുകിക്കൊടുത്ത് കിട്ടുന്ന പണം സൂക്ഷിച്ചു വയ്ക്കും. രാത്രികാലങ്ങളിൽ ഡ്രൈവർമാരുടെ കൂടെ കൂട്ടുപോയാലും രൂപ കിട്ടുമായിരുന്നു. അറിവ് വെച്ചപ്പോൾ വാഹന ദല്ലാളായി. ഞാൻ എൻ്റെ ലക്ഷ്യത്തിനു ചുറ്റും കറങ്ങുകയായിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം കുറഞ്ഞു തുടങ്ങി. അനുജന്മാരെ പഠിപ്പിച്ച് വിദേശങ്ങളിലേക്ക് അയച്ചതോടെ സാമ്പത്തികമായ ക്ഷീണം മാറി. ഏതു തോൽവിയിലും വരാനിരിക്കുന്ന ജയം ഒളിച്ചിരിപ്പുണ്ടാവും. അവർ തന്ന പണവും എൻ്റെ കയ്യിലെ സമ്പാദ്യവും ചേർത്ത് ടൗണിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ ഒരു ഷോപ്പ് തുടങ്ങി. വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി. അമ്മയെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ ഭാര്യയിൽ നിന്നുണ്ടാകുമ്പോൾ അടിവയറ്റിൽ നിന്ന് ഒരാന്തൽ വരും. ഓരോ പ്രാവശ്യവും അവളെ തല്ലി തോൽപ്പിച്ചിരുന്നെങ്കിലും അമ്മയോടുള്ള വൈരാഗ്യം കൂടിക്കൂടി വന്നു. കയ്യിലെ ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് എൽദോസ് ഓർമ്മയിൽ നിന്ന് ഉണർന്നത്. ബേബി ചിറ്റപ്പനായിരുന്നു. വളരെ തിരക്കിലാ. എന്നാലും ചേച്ചിയമ്മ വിളിച്ചതല്ലേ, ഞാൻ അങ്ങോട്ട് വരികയാ. എന്നാടാ, അമ്മയ്ക്ക് നല്ല സുഖമില്ലേ? ഇത്ര അത്യാവശ്യമായി എന്നെ കാണണമെന്ന് വാശി പിടിക്കാൻ ചിറ്റപ്പൻ നിർത്തി. ചിറ്റപ്പൻ വണ്ടി ഓടിച്ച് ഇവിടെ വരാൻ സാധാരണ നിലയിൽ 3 മണിക്കൂറാകും. ഞാൻ അമ്മയുടെ മുറിയിലെ CC ക്യാമറ എല്ലാം കുറ്റമറ്റതാണോ എന്ന് പരിശോധിച്ചു. അനിയൻ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഓഫീസിലെ ലാപ്ടോപ്പിൽ കൃത്യമായും അമ്മയുടെ മുറി പതിയും. പുതിയ സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് സംഭാഷണവും കേൾക്കാം. അമ്മയുടെ മുറിയിൽ അമ്മയൊഴികെ എല്ലാം പുതിയതുപോലെ. അമ്മയ്ക്ക് കിടന്നുകൊണ്ട് കാണാൻ TV, AC ചെയ്ത മുറി, തണുക്കുമ്പോൾ ചൂടാക്കാൻ ഹീറ്റർ, മുറിയിൽ വെച്ചിരിക്കുന്ന
പൂച്ചെടികൾ എല്ലാ ദിവസവും പരിപാലിക്കുന്നതുകൊണ്ട് ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നു. എൽദോസ് ജനൽ കർട്ടനിലേക്ക് നോക്കി അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചു. ഈ അടുത്ത കാലത്ത് അമ്മയ്ക്കുണ്ടായ ആഗ്രഹമാണ് പുസ്തകം വായിക്കണമെന്ന്. ലോക ക്ലാസിക്ക് തന്നെ വാങ്ങിക്കൊടുത്തു. സമയം കിട്ടുമ്പോൾ ഹോം നേഴ്സ് വായിച്ചു കേൾപ്പിക്കും. ചിറ്റപ്പൻ അമ്മ കിടപ്പിലായതിൽ പിന്നെ ആദ്യമായാണ് വരുന്നത്. തിണ്ണയിലെ ഗ്രാനൈറ്റിൽ തെന്നി വീണ് ചികിത്സയിലായിരുന്നപ്പോൾ ചിറ്റപ്പൻ ആശുപത്രിയിൽ വന്ന് വിവരങ്ങൾ തിരക്കും. സ്പൈനൽ കോഡിന് തകരാറ് പറ്റിയതുകൊണ്ട് ഇനി എഴുന്നേറ്റ് നടക്കുകയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞത് ആശുപത്രിയിലെത്തി 3 മാസം കഴിഞ്ഞാണ്. പിന്നീടുള്ള നാളുകൾ വീട്ടിലെ ഈ മുറിയിൽ. അമ്മയെ എൽദോസ് സൂക്ഷിച്ചു നോക്കി. മുടി മുഴുവൻ നര വീണിരിക്കുന്നു. മുഖത്ത് പ്രായത്തിൻ്റെ ക്ഷീണവും രോഗത്തിൻ്റെ വേദനയും. കാലുകൾ ശോഷിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ഉണ്ടാകാത്ത വിധത്തിലുള്ള അമ്മയുടെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യത്തെ നേരിടാനാകാതെ എൽദോസ് നോട്ടം മാറ്റിക്കളഞ്ഞു. വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഭാര്യയോട് എൽദോസ് മുറ്റത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ചിറ്റപ്പൻ ഉച്ചത്തേക്ക് വരും. എന്തെങ്കിലും കറികൾ കൂടുതലായി ഉണ്ടാക്കണം. ടൗണിലെ ഷോപ്പിൽ അസ്വസ്ഥനായ എൽദോസ് ഇരുന്നു. ചിറ്റപ്പൻ്റെ വാഹനം കടയുടെ മുൻപിലൂടെ പോകുന്നത് കണ്ടപ്പോൾ എൽദോസ് ഓഫീസിലെ ലാപ്ടോപ്പ് ഓണാക്കി അമ്മയുടെ മുറിയിലെ CCTVയിലേക്ക് ഡയറക്ഷൻ തിരിച്ചു. ഒളിച്ചു നിന്ന് സംസാരം ശ്രദ്ധിക്കുന്നവൻ്റെ ഭാവമായിരുന്നു എൽദോസിൻ്റെ മുഖത്ത്. വീടിൻ്റെ അടിനിലയിലെ വരാന്തയിൽ നിന്ന് കയറി വരുന്നത് ഡ്രോയിങ് റൂമിലേക്കാണ്. അവിടെ നിന്ന് വലതുവശത്തുള്ള മുറി അമ്മയ്ക്കായി ഒരുക്കിയിരിക്കുന്നു. ചിറ്റപ്പൻ വന്നതെ ഭാര്യ ഇറങ്ങി വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് എൽദോസ് കണ്ടു. മുടി അങ്ങ് നിരച്ചിട്ടുണ്ടെങ്കിലും മുഖത്തെ ഓജസ്സും രക്തപ്രസാദവും പഴയതുപോലെ തന്നെ. ഇവിടെ നിന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ താടിയില്ലായിരുന്നു. വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് നിർത്തിയിരിക്കുന്ന താടി. വെള്ള വസ്ത്രമാണ് വേഷം. കഴുത്തിലെ മാലയുടെ തിളക്കം ലാപ്ടോപ്പിലൂടെ കാണാം. സമുദായത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയ ചിറ്റപ്പനെ സഭ ഷവലിയർ പദവി നൽകി ആദരിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. വളരെ ഉത്സാഹത്തോടും തികഞ്ഞ പ്രസന്നതയോടും കയറി വന്ന ചിറ്റപ്പൻ്റെ മുഖം അമ്മയുടെ കിടപ്പ് കണ്ട് വല്ലാതാകുന്നത് എൽദോസ് തിരിച്ചറിഞ്ഞു. അമ്മയുടെ കൈകളുടെ ചലനം അസാധാരണമായ താളങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? മുറിയിലെ ചെറിയ അനക്കങ്ങൾ നിശബ്ദതയെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നുണ്ട്. ചിറ്റപ്പനെ കണ്ടപ്പോൾ അമ്മയുടെ മുഖം പുതിയ ഒരു പ്രൊഫൈൽ എന്ന പോലെ വെട്ടിത്തിളങ്ങി. എൽദോസ് ലാപ്ടോപ്പിൻ്റെ വോളിയം കൂട്ടിവെച്ചു. ആരും കയറി വരാതിരിക്കാൻ ഷോപ്പിൻ്റെ സൺഗ്ലാസ് ഡോർ എഴുന്നേറ്റ് പോയി പൂട്ടി തിരികെ വന്ന് അക്ഷമയോടെ ലാപ്ടോപ്പിൻ്റെ മുൻപിൽ ഇരുന്നു. എത്ര നാളായടാ നീ ഒന്ന് വന്നിട്ട്? ഞാൻ ഈ കിടപ്പ് തുടങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യമേ നീ വന്നിട്ടുള്ളൂ. ചേച്ചിയമ്മ എന്തെടുക്കുകയാണെന്നറിയാനെങ്കിലും നിനക്കൊന്ന് വന്നുകൂടെ? അതെങ്ങനെയാ? വീഴുന്നതുവരെ എനിക്കും തിരക്കായിരുന്നു. മെല്ലെ നിർത്തിയുള്ള അമ്മയുടെ സംസാരം. ഞാൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എൽദോസിനെ വിളിച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ സഭയിലെ പ്രശ്നങ്ങളെല്ലാം ചേച്ചിയമ്മ അറിയുന്നുണ്ടാകുമല്ലോ. പിളർന്നതിൽ പിന്നെ നമ്മുടെ പള്ളികളെല്ലാം അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കോടതിയും കേസുമായി നടക്കുക. പണമൊക്കെ സഭ തന്നുകൊള്ളും. അതിനിടയ്ക്ക് മധ്യസ്ഥ ചർച്ച. പിതാക്കന്മാരുടെ കൂടെ ഞാനും പോകേണ്ടി വരും. എൽദോസ് പറഞ്ഞു നിർത്തി. അമ്മ മുമ്പിലെ ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്ന മരക്കുരിശിലേക്ക് നോക്കി. പിന്നെ ചിറ്റപ്പനെ നോക്കി നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. ചേച്ചിയമ്മയുടെ പുഞ്ചിരി തൻ്റെ നിഗൂഢമായ ചിന്തകൾക്കുള്ള മറുപടിയാണോ എന്ന ആലോചന ചിറ്റപ്പൻ്റെ മുഖത്തെ ഉന്മേഷരഹിതമാക്കി. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ എത്ര നിഷ്കളങ്കനും നിന്റെ മുഖം ഉയരണമെന്നുള്ള നിശ്ചയദാർഢ്യം കൊണ്ട് നിറഞ്ഞതുമായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നു. എത്ര പെട്ടെന്നാണ് നീ സഭയുടെ ഉയർന്ന സ്ഥാനങ്ങൾ നേടിയെടുത്തത്. അവിടെ വേറെ മിടുക്കന്മാരില്ലാഞ്ഞിട്ടല്ലോ. അതെങ്ങനെയാ? ആദ്യമുണരുന്ന കിളികൾക്കല്ലേ പുഴുക്കളെ കിട്ടൂ. കർത്താവിന് എന്തിനാടാ പണം? നീ ഉൾപ്പെടെ കുറേ ആളുകളുടെ അധികാരക്കൊതിയും സങ്കുചിത ചിന്തയുമാണ് ഇന്ന് ഈ നിലയിലെത്തിച്ചത്. ഇപ്പോൾ കേസ് നടത്തുന്നതും എതിർചേരിയുമായി വഴക്കുണ്ടാക്കുന്നതും ആചാരമായും സംസ്കാരമായും മാറിയിരിക്കുന്നു. ഉൾപോരുകൾ മനസ്സിൻ്റെ ഭാരം കൂട്ടുമെടാ. അത് ഒന്നായിരുന്നവർ രണ്ടാകുമ്പോൾ പറയുകയും വേണ്ട. മറ്റുള്ളവരോടുള്ള വെറുപ്പ് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. നിങ്ങൾ തെറ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും കൂടെ നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെ മുഴുവൻ അതാണ് ശരിയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അമ്മയുടെ കുറ്റപ്പെടുത്തൽ ചിറ്റപ്പനിൽ അലോസരം ഉണ്ടാക്കിയെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. ഇതൊക്കെ പറയാൻ എനിക്ക് എന്ത് യോഗ്യത ഉണ്ടെന്നാവും നീ ചിന്തിക്കുന്നത്. നിന്നെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോഴാ എന്നെ നിന്റെ ചേട്ടൻ കെട്ടിക്കൊണ്ടുവരുന്നത്. നീയും എൻ്റെ മൂത്ത മകൻ എൽദോസും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ഓജസ്സോടും സ്വപ്നങ്ങളോടും കൂടിയാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത്. തന്ത്രങ്ങളൊന്നും ജീവിച്ചു തുടങ്ങിയപ്പോൾ അറിയാമായിരുന്നില്ല. നിന്നെ പ്രസവിച്ചതോടെ അമ്മ പോയി. പിന്നെ എൻ്റെ അമ്മിഞ്ഞ നീയും എൽദോസും മാറി മാറി കുടിച്ച വളർന്നത്. തണുപ്പ ഞെരിഞ്ഞിൽ കമ്പ് പോലെ മുറിയിലേക്ക് തുളഞ്ഞു കയറി. ചിറ്റപ്പൻ AC ഓഫ് ചെയ്തു. ഹീറ്റർ ഓണാക്കി. തുടരെയുള്ള പ്രസവത്തേക്കാൾ
എന്നെ നിരാശയും ദുഃഖവും കൊണ്ട് നിറച്ചത് നിന്റെ ചേട്ടൻ്റെ ഒന്നും അറിഞ്ഞില്ല മറ്റുള്ള കയ്യും കെട്ടിയുള്ള ഇരിപ്പ. ചില കാര്യങ്ങൾ വേണ്ട രീതിയിൽ തിരഞ്ഞെടുക്കുകയും വിവേചനാപൂർവം പ്രയോഗിക്കുകയും ചെയ്താലേ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകൂ. എനിക്ക് മറ്റൊരുവൻ്റെ അടുക്കൽ വേലയ്ക്ക് പോകേണ്ടി വന്നത് നിന്റെ ചേട്ടൻ എന്നെ വിത്ത് വിതയ്ക്കാൻ കൊണ്ടുവന്ന വയലായി മാത്രം കണ്ടതുകൊണ്ടാണ്. തീറ്റയും വെള്ളവും കൊടുക്കണമെന്നുള്ളത് അങ്ങേർക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു. അയാൾ ആദ്യം എന്നെ തൊട്ടപ്പോഴും പിന്നീട് റേപ്പ് ചെയ്തപ്പോഴും വച്ചവെച്ചില്ലെന്നുള്ളത് നേരാ. കുടുക്കിൽ പെട്ടുപോകുന്ന ഒരുപാട് ചരടുകൾ ഉണ്ടാകും. പക്ഷെ ഞാൻ നിവൃത്തിയില്ലാതെ ബോധപൂർവം നിന്നുകൊടുത്തതാ. മക്കളുടെ എണ്ണം കൂടിയപ്പോൾ ഓരോ നിമിഷവും വിലപിടിപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് കിട്ടാവുന്നിടത്തോളം അയാളിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടിരുന്നു. സ്വന്തം മനസ്സിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യാൻ തുടങ്ങിയത് വീണപ്പോൾ മുതലാ. ലാഭനഷ്ടങ്ങൾ മാത്രമല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്, സ്വന്തം മനസ്സിൽ കറ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ കളങ്കത്തിൻ്റെ പങ്കിൽ നിന്നും രക്ഷപ്പെടാനാണ് നീ നിൻ്റെ ഓഹരിയും വാങ്ങി നാടുവിട്ടതെന്നും എനിക്കറിയാം. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്നെൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കഴിവും പ്രാപ്തിയുമുള്ള മക്കളായി അവർ വളരുമെന്ന് ഞാൻ ഓർക്കേണ്ടതായിരുന്നു. എൻ്റെ എൽദോസിൻ്റെ കണ്ണുകളിലെ തീഷ്ണത എന്നെ പിന്നടത്തുന്നു. എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കഴിവ് കുറഞ്ഞ ഭർത്താവിനെ ചേർത്ത് നിർത്തി മുന്നേറാൻ ഒരു ശ്രമം, അല്ലെങ്കിൽ നീ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി ആത്മഹത്യ. അധാർമികതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ നയിച്ചത് രക്തസാക്ഷിയുടെ ജീവിതമാ. നീയെങ്കിലും സത്യം അറിയണമെന്ന് ഒരാഗ്രഹം. ഇനി പറയുവാൻ പറ്റിയില്ലെങ്കിലോ? നീ എൽദോസിനോട് പറയണം, എന്നിലുണ്ടായ കുറവുകൾ നിവൃത്തികേട് കൊണ്ടാണെന്ന്. നീ പറയുമ്പോൾ അവൻ വിശ്വസിക്കും. കാരണം അവൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതിൻ്റെ കൂടെ അമ്മയുടെ വാദഗതികൾ കൂടി കേൾക്കുമ്പോൾ ഏതൊരു മകനും ചിന്തിക്കും. ജീവിതത്തിൽ ധർമ്മലോപം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പ്രയാസമുള്ള കാര്യം എളുപ്പമാക്കിയത് ഞാൻ അങ്ങനെയാ. അന്ന് നിങ്ങൾ 6 വയറിൻ്റെ വിശപ്പായിരുന്നു പ്രധാനം. കടുത്ത വിഷാദത്തിൻ്റെ മടുപ്പ് പടർത്തുന്ന ഗന്ധം മുറിയിൽ നിറഞ്ഞു. അമ്മയുടെ സ്വരം ചിലമ്പുന്നത് എൽദോസ് വ്യക്തമായി കേട്ടു. അമ്മയുടെ കൈകളുടെ ചലനം അസാധാരണമായി തോന്നി. ചിറ്റപ്പിൻ്റെയും ഹോം നേഴ്സിൻ്റെയും മുഖം വല്ലാതാകുന്നല്ലോ. ഷോപ്പിൻ്റെ ഡോറടച്ച് വീട്ടിലേക്ക് ധൃതിയിൽ പോകുമ്പോൾ എൽദോസിന് അമ്മയോടുണ്ടായിരുന്ന വെറുപ്പ് അലിഞ്ഞു പോവുക മാത്രമല്ല, അമ്മയുടെ മുമ്പിൽ എത്രമാത്രം നിസ്സാരനാണ് താനെന്ന് തോന്നി. മൗനത്തിന് ഇത്രയും ക്രൂരമാകാൻ കഴിയുമല്ലോ. വീട്ടിലെത്തിയ എൽദോസ് തിടുക്കപ്പെട്ട് തൻ്റെ മുറിയിലേക്ക് പോകുന്നത് അടുക്കളയിൽ നിന്ന് കണ്ട ഭാര്യ എൽദോസിൻ്റെ പിന്നാലെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. എൽദോസിനെ കണ്ട അമ്മയുടെ കണ്ണുകൾ വാത്സല്യം കൊണ്ട് തിളങ്ങി. അവൻ അമ്മയോട് ചേർന്ന് കുനിഞ്ഞു നിന്ന കൈകൾ നെഞ്ചോട് ചേർത്തു. അമ്മ പ്രാണവായുവിനായി ശ്വാസം വലിച്ചു വിടുന്നു. അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് എൽദോസ് ഒഴികെ ബാക്കി എല്ലാവരും മുറിക്ക് പുറത്തുപോയി. എൽദോസ് ആകട്ടെ കട്ടിലിൻ്റെ തലയ്ക്കൽ ഭാഗത്ത് അമ്മയുടെ കൈകൾ രണ്ടും പിടിച്ച് മുട്ടിന്മേൽ നിന്ന് വിതുമ്പിക്കരയാൻ തുടങ്ങി. ചിറ്റപ്പനോട് ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. കുറ്റബോധം കണ്ണുകളിൽ ഊറി വന്ന് കവിളിലൂടെ നിലത്തേക്ക് വീണ് ചിതറി. അമ്മ ശ്വാസം എടുക്കാൻ പാടുപെടുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാ കുറവുകളും എന്നിലൂടെ തീർന്നു പോകട്ടെ. നിന്റെ തലമുറ നന്നായി വരട്ടെ. നീ തറയിൽ എണ്ണ തൂവുന്നത് ഞാൻ കണ്ടതാ. മാറി നടന്നതുമാ. പിന്നെ എപ്പോഴോ ഓർക്കാതെ അതിലെ വീണ്ടും വന്നു. നീ ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ഒരു കണക്കിന് നന്നായി. ഈ കിടപ്പ കിടന്നില്ലെങ്കിൽ ഞാനിങ്ങനെ ലോകത്തെ നോക്കി കാണുകയില്ലായിരുന്നു. നീ ചെയ്തത് നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ബേബിച്ചിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖത്തുണ്ടായ ഭയം ഞാൻ കണ്ടതാ. എനിക്ക് നിന്നെ ഒറ്റിക്കൊടുക്കാൻ പറ്റുമോ? അമ്മ ശോഷിച്ച കൈകൾ കൊണ്ട് എൽദോസിൻ്റെ കവിളിൽ തലോടി. ഈ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടി നീ ഓർക്കണം. കിട്ടുന്നതിനെ നിർണ്ണയിക്കുന്നത് കൊടുത്തതിൻ്റെ അളവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ അർഹത എനിക്കാ. എനിക്ക് ദാഹിക്കുന്നടാ. അമ്മയുടെ സ്വരം നേർത്തു വരുന്നതറിഞ്ഞ് എൽദോസ് പരിഭ്രമിച്ചു. അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ തൻ്റെ 2 കരങ്ങളും സാവധാനം നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചു. തകർന്നുപോയ ഹൃദയങ്ങളെ ഒരുമിപ്പിച്ച ദൈവമേ, നീ അവസാന നിമിഷം എന്നോട് ദയ കാണിച്ചുവല്ലോ. എടാ, നീ അവളെ വിളിച്ചേ. അമ്മയുടെ വിളിക്കായി കാത്തു നിന്നതുപോലെ ഭാര്യയും ചിറ്റപ്പനും ഹോം നേഴ്സും മുറിയിലേക്ക് ഓടി വന്നു. നാവിന് ശക്തി കുറഞ്ഞതുകൊണ്ടാവണം ഭാര്യയെ കണ്ണുകൾ കൊണ്ട് അടുത്തേക്ക് വിളിച്ചു. ബലം കുറഞ്ഞ കൈകൾ കൊണ്ട് എൻ്റെയും അവളുടെയും കൈകൾ ഒന്നിച്ചു പിടിച്ച് പറഞ്ഞു, നന്നായി ജീവിക്കണം. അമ്മയുടെ മുഖമാകെ വിയർപ്പ് ചാലുവെച്ചൊഴുകി. എൽദോസ് അമ്മയെ ചാരിയിരുത്തി വെള്ളമെടുത്ത് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. സംതൃപ്തിയോടെ വെള്ളം കുടിച്ച് കണ്ണുകൾ അടഞ്ഞു. ആകാശത്തെ ഇരുട്ട് ഭൂമിയിലേക്ക് താണുവന്നു. കുറവുകൾ ശ്രീ ജോർജ് അരിപ്ലാക്കൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9645030703.
ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 964550300703. സാഹിത്യവേളയിൽ ഇനി മലയാളത്തിലെ പ്രശസ്ത കവി ശ്രീ ONV കുറുപ്പ് രചനയും ആലാപനവും നിർവഹിച്ച കല്ലുകൾ എന്ന കവിത കേൾക്കാം. കല്ലുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്നു കല്ലുകളെൻ മുന്നിൽ ഈ വഴിത്താരയിൽ. കല്ലുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്നു കല്ലുകളെൻ മുന്നിൽ ഈ വഴിത്താരയിൽ. കല്ലുകൾ കാലുകൾ തട്ടിത്തടയുന്ന കല്ലുകൾ, കൂർത്ത നഖമുനയാഴ്ത്തുന്ന വല്ലാതെയുള്ളിൽ വിഷം കുത്തിവയ്ക്കുന്ന കല്ലുകൾ, ഭൂമി അളന്നു തിരിക്കുന്ന കല്ലുകൾ, ഏതോ ശകുനപ്പിഴകളാം കല്ലുകൾ. സ്നിഗ്ധമായി ഏറെ പരുഷമായി ഭൂമി തൻ ലാവണ്യമായി, മറിച്ചേറെ വിരൂപമായി ഈ വഴിയാകവേ കല്ലുകൾ. കല്ലുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്നു കല്ലുകളൻ മുന്നിൽ ഈ വഴിത്താരയിൽ. പാവമാം വേശ്യയെ ശിക്ഷിക്കുവാൻ പണ്ടു പാപികളാൽ എറിയപ്പെട്ട കല്ലുകൾ. പാവമാം വേശ്യയെ ശിക്ഷിക്കുവാൻ പണ്ടു പാപികളാൽ എറിയപ്പെട്ട കല്ലുകൾ. ഓരോ മുനയിലും ചോരതൻ പാടുകൾ, മാറു തുരന്ന് അതിനാർദ്രതയാർ കണ്ടു. തിന്നു കുടിച്ചു മതിച്ചു ജീവിച്ചവർ മണ്ണിനടിയിൽ കിടപ്പതിൻ സാക്ഷിയായി നെറ്റിയിൽ നാമക്കുറിയെഴും കല്ലുകൾ. പൊട്ടച്ചരിത്രത്തൊടിയിലെ കല്ലുകൾ. നാടു നന്നാക്കാൻ കൊതിച്ചവർ തൻ വനരോദനം നെഞ്ചിൽ പകർത്തിയ കല്ലുകൾ. ആരോ ചവിട്ടി ജഡശിലയാക്കിയൊരായിരം ജന്മങ്ങൾ, ആരുടെയോ മോക്ഷദായക സ്പർശം കൊതിക്കുന്ന കല്ലുകൾ. ഈ ജനാരണ്യ ഗുഹാമുഖം മൂടുന്നു ജീവിതത്തിൻ കരിമ്പാറപ്പൊടികളാം കല്ലുകൾ. സൂര്യനെപ്പോലെ തിളയ്ക്കുന്ന കല്ലുകൾ, കണ്ണുനീർ പോലെ തുടിക്കുന്ന കല്ലുകൾ. രാത്രിയെപ്പോലെ ഇരുണ്ടൊരു കല്ലുകൾ, സന്ധ്യയെപ്പോലെ തുടുത്തൊരു കല്ലുകൾ. കാലം പെറുക്കി കളിക്കുമീ കല്ലുകൾ, ഭൂമി പെറ്റിട്ട ചാപിള്ളകൾ, എല്ലാം പൊറുക്കുമീ അമ്മതൻ നോവുകൾ. ആരുണ്ടിവർക്കുയിർ നൽകുവാൻ ഈ ശിലാപാളികളെ ചാരുശില്പങ്ങളാക്കുവാൻ? ആരുണ്ടു കല്ലു കടഞ്ഞഗ്നിയാക്കുവാൻ? ആരിതിൻ മൗനത്തെ സംഗീതമാക്കുവാൻ? ആരുണ്ടിവർക്കുയിർ നൽകുവാൻ ഈ ശിലാപാളികളെ ചാരുശില്പങ്ങളാക്കുവാൻ? ആരുണ്ടു കല്ലു കടഞ്ഞഗ്നിയാക്കുവാൻ? ആരിതിൻ മൗനത്തെ സംഗീതമാക്കുവാൻ? ചുറ്റികയായി കല്ലുളിയായി വരൂ ശിവശക്തികളെ ഈ ശിലകളിലാടുവിൻ. ചുറ്റികയായി കല്ലുളിയായി വരൂ ശിവശക്തികളെ ഈ ശിലകളിലാടുവിൻ. ഈ കല്ലുകളിൽ കരഞ്ഞു പിറക്കട്ടെ സർഗസംഹാര വിരുതരാമുണ്ണികൾ. ഈ കല്ലുകളിൽ കരഞ്ഞു പിറക്കട്ടെ സർഗസംഹാര വിരുതരാമുണ്ണികൾ. മലയാളത്തിലെ പ്രശസ്ത കവി ശ്രീ ONV കുറുപ്പ് രചനയും ആലാപനവും നിർവഹിച്ച കല്ലുകൾ എന്ന കവിതയോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. സാഹിത്യവേള വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35. സാഹിത്യവേള സമാപിക്കുന്നു. ശ്രീ ONV കുറുപ്പ് രചനയും ആലാപനവും നിർവഹിച്ച കവിതയാണ്.